നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ, ഇന്നിപ്പം ഞാൻ ലൂസ് ടോക്ക് ചർച്ച ചെയ്യാൻ സമയത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ആസാമിലെ ഒരു അതിർത്തിയിൽ പ്രധാനമന്ത്രി വന്ന് യുദ്ധവിമാനത്തിൽ വന്ന് ഹൈവേയിൽ ഇറങ്ങി. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. 100 കോടി രൂപയിൽ ചെലവഴിച്ചാണ് ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വടക്ക് 100 കോടിയിലധികം എന്നാണ് പറയുന്നത്. ആ ഒരു മേഖലയ്ക്ക് ആ ഇറക്കിയ ഒരു ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു. 100 കോടി ആയിരിക്കില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ 1 കിലോമീറ്റർ നാശക 100 കോടിയാവും. ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ പത്രത്തിന്റെ ഡെസ്കിലിരുന്ന് എഴുതുന്ന പിള്ളേർ കാണിക്കുന്ന തെറ്റായിരിക്കും. ഇംഗ്ലീഷിലും പക്ഷെ 100 കണ്ടത് 100 കോടി. അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. എന്തായാലും ഇതിന്റെ വലിയ പ്രത്യേകത, പ്രധാനമന്ത്രി ആദ്യം അവിടെ വിമാനത്താവളത്തിൽ വന്നിട്ട് ആദ്യം അവിടെ നിന്ന് എയർഫോഴ്സ് വിമാനത്തിൽ വന്നാണ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഈ ദിബ്രുഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമാനത്താവളമുണ്ട്, ആസാമിലെ പ്രശസ്തമായ. അതിൻ്റെ ഒരു പാരലൽ സംവിധാനമാണ് ഇത് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഈ ഹൈവേ ഉപയോഗിക്കും. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, യുദ്ധം വല്ലതും വരികയാണെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ എയർഫോഴ്സ് വിമാനങ്ങൾക്ക് സുഖമായി ഇറങ്ങാനും എല്ലാം ഉള്ള സംവിധാനമുണ്ട്. കൂടാതെ അതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, ഈ വടക്കിഴക്കൻ മേഖലകളിൽ എപ്പോഴും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ സാധാരണ നമ്മൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ആളെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ കൃത്യമായും ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എയർഫോഴ്സിൻ്റെ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്ക് ഒരാൾ ഇറങ്ങാം. ആളുകൾ ഇവിടെ നിന്ന് മാറ്റാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഒരുപാട് പേര് ഹെലികോപ്റ്ററിൽ നമുക്ക് കൊണ്ടുപോകുന്നതിന് പരിധിയുണ്ടല്ലോ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അല്ല, അതുപോലെ ഏത് സന്ദർഭത്തിലും നമുക്ക് ചികിത്സാ സംവിധാനങ്ങൾ എത്തിക്കാൻ എനിക്ക് തോന്നുന്നത് അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഇത് നമ്മുടെ ചൈന അതിർത്തിയായിട്ട് നമുക്ക് 300 കിലോമീറ്റർ കണ്ടുള്ളൂ. അതാണ് അല്ലേ, വടക്കിഴക്കൻ മേഖലയിൽ പല സംസ്ഥാനങ്ങളും ഓരോ രാജ്യങ്ങളും ഓരോ അതിർത്തി പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചൈനയാണ് പ്രധാനം. ചൈനയാണ് നമ്മുടെ ഏറ്റവും അയൽപക്കത്തുള്ള, പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട്. ഇപ്പോഴും ചൈന പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന അനിശ്ചിതത്വമുണ്ട്. അപ്പോൾ ഈ ബംഗ്ലാദേശിലെ അനിശ്ചിതത്വം നമുക്കുണ്ടാക്കുന്ന ദോഷം ചില്ലറയല്ല. കാരണം ഈ ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് ബംഗ്ലാദേശിൽ കൂടി. അതെ, BNP വന്നത് എന്താ തമ്മിൽ ഭേദം മാത്രമല്ല, ഈ പ്രധാനമന്ത്രിയായി വന്നിരിക്കുന്ന ആള് തന്നെ പണ്ട് അവിടുത്തെ സഞ്ജയ് ഗാന്ധി എന്ന് ഇരട്ട പേരുണ്ടായിരുന്ന ഒരാളാണ്. അല്ല, തമ്മിൽ ഭേദം തോന്നുന്നു പറയാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ വിരുദ്ധ തീവ്ര ഇസ്ലാമിക സർക്കാർ വരുന്നതിനേക്കാൾ നല്ലത് ഇവർ വരുന്നതാണ്. അവർക്ക് വലിയ തിരിച്ചടി കിട്ടിയെന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. പക്ഷേ എന്നിരുന്നാലും ചൈനയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കും. ഇപ്പോൾ പോലും ബംഗ്ലാദേശിലെ ആയുധ ഇറക്കുമതിയിലൊക്കെ 70% ചൈനയുടേതാണ്. ആ പശ്ചാത്തലത്തിൽ ചൈന എടുക്കാൻ പറ്റുന്നത്, കാരണം ഇന്ത്യൻ ഭൂമിക്കകത്താണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യക്കകത്തുള്ള കിഴക്കൻ ബംഗാൾ എന്നാണല്ലോ. അല്ല, അതിന്റെ ഭൂമിശാസ്ത്രം നോക്കും. അതിന്റെ ഒരു വശത്ത് കടല്, ബാക്കി 3 വശവും ഇന്ത്യയാണ്. ബർമ കാണും. അത്രയും ഇന്ത്യക്കകത്തിരിക്കുന്ന ഒരു ദേശമാണ് ഈ ബംഗ്ലാദേശ്. അപ്പം സ്വാഭാവികമായും അവിടെ ഈ ചൈന വലിയ തോതിൽ മാസീവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവരുടെ ഒരു എന്താണ് ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് പങ്കാളിയെ പാർട്ണറായിട്ട് അവരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ അനിൽ ആന്റണിയെ വിളിച്ചായിരുന്നു. ഏക്കാനയുടെ മകൻ. അവനാണ് ഈ BJPയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചാർജാണോ ഉപചാർജാണോ എന്നറിയത്തില്ല. അപ്പം ഞാൻ കുറേ നേരം, ഒരു അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. അപ്പം അനിൽ ആന്റണി എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ, ഈ വെളിയിൽ നമ്മൾ കേൾക്കുന്നതിനപ്പുറം, നമ്മളിപ്പം ഈ പത്രവാർത്തകളൊക്കെ വരുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ആദ്യം മുതൽ കശ്മീർ പോലെ തന്നെ ഭരണഘടനാപരമായി ചില പദവിയൊക്കെ കൊടുത്തിട്ട് ഈ മെയിൻലാൻഡ് ഇന്ത്യ വേണ്ട ഗൗരവം കൊടുത്തിരുന്നില്ല. അല്ല, അത് വലിയ പ്രശ്നം തന്നെയായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പോൾ അവിടെ 2 കാര്യമുണ്ടായി. ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലാതെ പോയി. ബേസിക് ആയിട്ട് കിട്ടേണ്ട ഒരു വികസനം അവിടെ എത്തിയില്ല. റെയിൽവേ ലൈനൊക്കെ പതിയെ വരുന്നേ ഉള്ളൂ. മണിപ്പൂരിലേക്ക് പതിയെ വരുന്നേ ഉള്ളൂ. അപ്പം ചില വിമാനത്താവളങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗോത്രവർഗങ്ങളുടെ ഒരു കൾച്ചറൽ ഡോമിനൻസ് ഉണ്ട്. ഇതിനെ അതിജീവിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ ഇവരേതാണ്ട് ഒരു സ്വതന്ത്ര രാജ്യം എന്ന മട്ടിൽ ജീവിക്കുകയാണ്. എന്റെ സുഹൃത്ത് പറഞ്ഞു, 4 ആള് മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഇന്ത്യ പോകണമെന്ന് പറയും. ആണ്, അത്തരത്തിൽ അവിടെ ജീവിക്കുകയാണ്. മാത്രമല്ല ഈ നമ്മുടെ മ്യാൻമാറുമായിട്ടുള്ള അടുപ്പ്, ഇത്തരക്കാരുടെ ചില ബന്ധങ്ങൾ, ബംഗ്ലാദേശിന്റെ ഇൻഫ്ലുവൻസ്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ മെയിൻലാൻഡ് ഇന്ത്യയുടെ ഒരു സ്വഭാവ സവിശേഷത കുറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. അത് പതിയെ കശ്മീരിനേക്കാൾ പ്രയാസമാണ്. കശ്മീരിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, നമുക്ക്
പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാഷ്ട്രം മാത്രമാണ് അവിടെ ഉള്ളത്. നമുക്ക് അതുകൊണ്ട് അഗ്രസീവ് ലൈൻ എടുക്കാം. കാരണം ഇതിന്റെ പേരിൽ പാകിസ്ഥാൻ നമ്മളല്ലെങ്കിലും അവരുമായിട്ട് സംഘർഷത്തിലാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശ്, മ്യാൻമാർ, ചൈന, പല ആളാണ്. പിന്നെ മാത്രമൊന്നുമില്ല, നമ്മുടെ സ്വന്തക്കാരാണെ പോലും ഈ ഇതിൽ പെടാൻ നിൽക്കുന്ന ഒരു ഭൂട്ടാനുണ്ട്, നേപ്പാളുണ്ട്. നേപ്പാളുണ്ട്. ഈ ഭൂട്ടാനും നേപ്പാളും നമ്മളുമായിട്ട് സൗഹൃദത്തിലാണെങ്കിൽ പോലും ഇവിടെ ഉണ്ടാവുന്ന സംഘർഷം ഇത്തരം രാജ്യങ്ങളെല്ലാം ബാധിക്കാം. മാത്രമല്ല ചൈന അവരുടെ എല്ലാം മേലെ അധിശത്വം സ്ഥാപിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നോട് ഈ പയ്യൻ പറഞ്ഞത്, അനിലാന്റിനെ പറഞ്ഞത്, ഇവിടെ അതിർത്തിയിൽ വലിയ വേലി കെട്ടുന്നത് അടക്കമുള്ള പദ്ധതികളുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വലിയ വേലി കെട്ടുന്നത്, വലിയ റോഡുകൾ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഇതിനെ നമ്മൾ അതായത് എങ്ങനെയാണോ ഈ നോർത്ത് ഈസ്റ്റ്, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഈ അന്യരാജ്യക്കാർ, ശത്രുക്കൾ മുതലെടുക്കാൻ അതിനെയൊക്കെ തടയിടുന്ന തരത്തിൽ പല വഴികളും ബഹളം വയ്ക്കാതെ, ഇപ്പം ഈ മണിപ്പൂർ പോലുള്ള വിഷയങ്ങളിലൊക്കെ ആവേശം കാണിക്കാതിരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഈ പറയുന്ന BJP വിരുദ്ധർക്ക് ഇത് പിടികിട്ടത്തില്ല. ഓടിച്ചെന്നിട്ട് ഒരു പക്ഷം ചേരാൻ പറ്റുന്ന ഒരു വിഷയമല്ല. മണിപ്പൂരിൽ ഭയങ്കര പ്രശ്നമാണ് അത്. അതാ പറഞ്ഞത്. അപ്പൊ അത്തരം ഇതെല്ലാം പതിയെ വലിയ വലിയ പദ്ധതി. അപ്പം ഇതിന്റെ ഈ എന്തെല്ലാം പദ്ധതികളാണ് ഇവർ ഇടുന്നത്. ഇപ്പൊ ഈ എന്താണ് ഹിമന്ത ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കിയത് പോലും ഒരു കോൺഗ്രസ്സുകാരനെ പിടിച്ചു വന്ന് മുഖ്യമന്ത്രിയാക്കുക ചെയ്തത്. അതെ, അയാളെ കൊണ്ടുവന്ന് അവിടെ ചുമതലയേൽപ്പിക്കുക. അയാൾ ഇന്ന് രാഹുൽ ഗാന്ധിയെ കണ്ട് ചില ആസാമിന്റെ ഡെവലപ്മെന്റ് ചർച്ച ചെയ്യാൻ പോയപ്പോൾ രാഹുൽ ഗാന്ധി പട്ടേക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരുന്നത് ഇയാൾ പറഞ്ഞ് കേട്ടില്ല എന്നാണ് പറയുന്നത്. അയാൾ ദേഷ്യം വന്ന അയാൾക്ക്. അല്ല, അതാ പറഞ്ഞത്. അതായത് ഹിമന്ത ബിശ്വ ശർമ്മയെ അവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി ആക്കിയതിന്റെ പിന്നിൽ പോലും ഒരു വലിയ ലോങ് ടേം പ്ലാൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാവും. അതായത് അവിടെ ഒരു പവർഫുൾ ആക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവിടെ പണ്ട് കലാപം നടന്നു, വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നു, അതെല്ലാം പോയി, എല്ലാം മാറി. ആസാമാണ്. മണിപ്പൂരിലെ ഒരിക്കൽ ദേശീയ ഗെയിംസ് നടന്നു. മണിപ്പൂരില് ഇംഫാൽ ദേശീയ ഗെയിംസ്. അവസാനം അവർക്ക് എല്ലാത്തിനും സമ്മാനം വേണം. നമ്മളായിരുന്നു അതുവരെ ദേശീയ ഗെയിംസിന് മുമ്പേ നിന്നിരുന്നത്. അപ്പം മത്സരം കഴിയുമ്പോൾ നമുക്കാണ് ഇന്ത്യൻ ടീം, കേരളത്തിനാണ് അവസാനം കലാപമാവുന്ന അവസാനം നമ്മൾ അവർക്കെല്ലാം ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കുമായിരുന്നു. നമ്മൾ ചുമ്മാ വിട്ടുകൊടുക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു അടികൊള്ളാതെ. അതായിരുന്നു അവസ്ഥ അവിടുത്തെ. രീതിയായിരുന്നു അവിടെ. ഞാനിപ്പോഴും ഓർക്കുന്നില്ല ആ സമയത്ത്. ഞാനുണ്ട്, ഞാൻ ദീപിക വർക്ക് ചെയ്ത സമയത്താണ്. അന്നാണ് ഈ മണിപ്പൂരിന്റെ ഒരു ഭീകരത നമുക്ക് പിടിച്ചത്. നമ്മളൊന്നും പറയുന്നതൊന്നും നടക്കത്തില്ല. രാജ്മോഹൻ, ഇങ്ങനെ ഒരു ജംഗിൾ രാജ്യത്തുണ്ടായിരുന്നു ഇവരാരും സമ്മതിക്കുന്നില്ല. ഞാൻ ഈ നർമ്മദ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ കാലത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വടക്കേ ഇന്ത്യൻ സംസ്ഥാനം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെയാണ് നമ്മൾ കയറുന്നത്. ഇപ്പം ഈ ബീഹാറിലൂടെ നിങ്ങൾ യാത്ര ചെയ്യാന്ന് വെച്ചോളൂ. പണ്ടത്തെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കിടന്ന് ഉറങ്ങുമായിരിക്കും. നമ്മൾ ഇവിടെ നിന്നെങ്ങാണ്ടിയായിരിക്കും പോകുന്നത്. പക്ഷെ കുറേ പേരെ കൊണ്ട് കയറും, ഇറങ്ങടാന്ന് പറയും. ഇറങ്ങിക്കോണം, ഇല്ലേ വെടിവെക്കും. അവന്മാര് കയറി നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ നിരത്ത് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇല്ല, TT ഇടപെടത്തില്ല. അങ്ങനെ ഒരു കാലം പതിയെ ശരിയായിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് വേണം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പൊ മോദി കൊണ്ടുവന്ന വിമാനത്തിൽ വന്ന് ദേശീയപഥത്തിൽ ഇറങ്ങിയെന്ന് പറയുന്നത് അതൊരു സിംബോളിക്കാണ്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് മറ്റേ എയർപോർട്ടിലല്ല, റോഡിലാണ് ഹൈവേയിൽ വന്ന് ഇറങ്ങി എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനത്തിൽ വന്ന് ഇറങ്ങി എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. അത് ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ഒപ്പം അവിടുത്തെ സംസ്ഥാന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നു ഗ്യാരണ്ടി. ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ സുരക്ഷ ഇല്ലാതെ വരുമ്പോഴും വികസനം ഇല്ലാതെ വരുമ്പോഴുമാണ് പലപ്പോഴും ഈ ടെററിസം വളരുന്നത്. അപ്പം ഈ അടിസ്ഥാനപരമായി മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഇവർ തിരിയും, ജനക്കൂട്ടം തിരിയും. കശ്മീരിൽ സംഭവിച്ചതാണ്. അവിടെ ആളിപ്പം പഴുതൊരു ജോലി ജീവിക്കണം. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇവന്മാർ കലി കയറിയിട്ട് പഹൽഗാമിലെ വിഷയം ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ഇവന്മാര് സംഘടിതമായി ചില ഓടിപ്പോയ ആൾ തിരിച്ചെത്തുകയും ചെയ്തു. സംസ്ഥാനം വിട്ടുപോയ ആൾ തിരിച്ചു വന്ന് അവിടെ അവര് ജോലി തുടങ്ങി ആയി. അപ്പം അത്തരത്തിൽ വലിയൊരു മാറ്റം രാജ്യത്ത് മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളുടെ തുടർച്ചയായി വലിയ തോതിലുള്ള ചില മാറ്റങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്നൊരു സൂചനയായി വേണം നമ്മൾ. മാത്രമല്ല നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു വിമാനം സംഭവം നേരത്തെ അറിയിച്ച് കാണത്തില്ലായിരിക്കും. അതങ്ങനെ ആയിരിക്കും. ഇതൊരു സുരക്ഷാ വിഷയം കൂടെ ഉണ്ടല്ലോ. അത് തന്നെ ഇറക്കി ഞെട്ടിക്കുക എന്നുള്ളതായിരിക്കണം
അതാണ് അത് നഗരം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും തലേദിവസം തന്നെ എല്ലാത്തിനും വാർത്ത വരുമല്ലോ, നാളെ ഇങ്ങനെ സംഭവം നടക്കും. ആരും അറിഞ്ഞില്ല, ഇറങ്ങിയപ്പോഴേ കഥ അറിഞ്ഞുള്ളൂ. നമുക്ക് നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ അയ്യപ്പ ശാപമാണ് PS പ്രശാന്ത്. ഇതിൻ്റെ അകത്തൊരു വലിയ ഇന്നെന്താ VN വാസവൻ ഒരു പത്രസമ്മേളനം പറയുന്നത്? അല്ല, VN വാസവൻ പറയുന്നത് ഇത് ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ വന്ന ആരോപണം മുഴുവൻ അദ്ദേഹം തള്ളിക്കളയാണ്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ പൈസ കിട്ടിയിട്ടുണ്ട്, ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ റെസ്റ്റ് ഹൗസിലത്തേക്ക് വാങ്ങിച്ചാണ് മുഖ്യമന്ത്രികളുടെ കട്ടിൽ വാങ്ങിയതല്ല എന്നൊക്കെയാണ് ഇവർ വിശദീകരിക്കുന്നത്. ഒരു തരത്തിൽ ഒരു ബന്ധമില്ലാത്ത. അല്ല, ഇതിന്റെ അകത്തുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇതിന്റെ കംപ്ലീറ്റ് PS പ്രശാന്ത് അയ്യപ്പനെ തൊട്ട് ആണയിട്ടുണ്ടൊരു അയ്യപ്പനാണ് സത്യം എന്നാണ് പറഞ്ഞത്. അത് കുറച്ച് അപകടം പിടിച്ച ആണയിടല എന്തായാലും. പക്ഷെ നമുക്കറിയത്തില്ല ഇപ്പൊ ഇതിന്റെ അകത്തുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ദേവസ്വം ബോർഡ് ഒരു കൊള്ള സങ്കേതമായി ഇവന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അന്ന് ഗണേഷ് കുമാറോട് പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞ കിടക്കേണ്ടി വരും. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഒരുപക്ഷെ വലിയ കൈക്കൂലി കൊടുത്തും വലിയ സ്വാധീനമുള്ളവരായിരിക്കും ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിട്ട് സന്നിധാനത്തേക്ക് വരുന്നത്. അത് ഉറപ്പാണ്. അപ്പോൾ ഇവന്മാരായിരിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വായിച്ചൊരു വാർത്ത, ഇന്നലെ വായിച്ച സംഭവം നമുക്കറിയാം. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇടപെടലുണ്ടായിട്ട് ഈ ആ സമയത്ത്, അതായത് ഈ നവംബർ എൻഡിൽ സന്നിധാനത്ത് മണ്ഡല സമയത്ത് ഈ ദേവസ്വം ബോർഡിൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ 1, 2, 3 ലക്ഷം രൂപയൊക്കെ മണി ഓർഡറായിട്ട് വീടുകളിലേക്ക് അയച്ചത്. മാത്രമല്ല ഈ നോട്ട് കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിലുള്ളവർക്ക് മനസ്സിലായി ഇതിലെല്ലാം ഭസ്മവും മറ്റേ നെയ്യും ഒക്കെ പുരണ്ടിട്ടുണ്ടെന്ന് ഈ നോട്ടുകൾ. അതിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് ഒരു പ്രത്യേക ശ്രദ്ധിക്കാൻ കാര്യം. കാരണം സാധാരണ വളരെ ചെറിയ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ ഇത്രയും വലിയ തുക പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കുന്നു. ഒപ്പം ഇതിൽ മുഴുവൻ ഇതിന്റെ ഈ പൂജാ സാധനങ്ങളുടെ സാന്നിധ്യം ഉണ്ട്. അതിൽ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അല്ല, 10-20 ലക്ഷം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെയുള്ള നമുക്ക് ഈ ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മോഷണം നടക്കുന്നുണ്ടാവും. ഈ പണ്ട് ഈ ചെക്ക് പോസ്റ്റുകളിലേക്ക് അതെ, ചെക്ക് പോസ്റ്റുകളിൽ ഇപ്പോഴും അതെ, ഇപ്പോഴും ചെക്ക് പോസ്റ്റുകളിലില്ല, കാരണം നിന്നുപോയല്ലോ GST. ഈ എയർപോർട്ടുകളിലെ സീപോർട്ടുകളിലെയും ഓഫീസർമാർ, കസ്റ്റംസ് ഓഫീസർമാരൊക്കെ വലിയ തുക വാങ്ങിക്കൊണ്ടാണ് അവർ വരുന്നതെന്നാണ് പറയുന്നത്. ട്രാൻസ്ഫറിന് ഞാനിവിടെ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാളെ എന്നോട് പറഞ്ഞത്, ഇവർക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടല്ലോ, നമ്മുടെ മുനിസിപ്പാലിറ്റി. അപ്പം ചില മുനിസിപ്പാലിറ്റികൾ, ഉദാഹരണത്തിന് പാഞ്ചഗണി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അവിടെ ഒരു CEO റാങ്കിലേക്കുള്ള ഒരാൾ, CEO എന്ന് അവിടെ പറയുന്ന ഈ CEO ചീഫ് ഓഫീസർ എന്ന് പറയും, CEO ഓഫീസിലേക്കുള്ള ഒരാൾ ഈ അവിടേക്ക് കിട്ടുന്ന 1 കോടി രൂപ കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ എന്തൊരു കളക്ഷൻ മേടിക്കാൻ അതുപോലെ കുറേ വർഷം മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി പോസ്റ്റിംഗ് കിട്ടാൻ ഇതേപോലെ ഉണ്ടെന്നാണ്. അവർക്ക് വലിയ തോതിൽ ക്രമക്കേട് നടത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ്. കാണുമായിരിക്കും. അപ്പം ഈ ശബരിമലയിൽ ഇതിനെ സംഭവിച്ചിട്ടുണ്ട്. ഈ പണ്ടൊക്കെ, ഇപ്പോൾ എനിക്കറിയില്ല, പണ്ടൊക്കെ ഈ മണലുണ്ടല്ലോ, ഈ മണൽ കൂടുതലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് SI-മാരായിട്ട് പ്രൊമോഷൻ കിട്ടുന്ന കൈക്കൂലി കൊടുക്കണ്ടായിരുന്നു മാറ്റിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ സ്ഥിതി വെച്ചാൽ അറിയില്ല. അത് ഭയങ്കര രസമായി മണൽക്കടത്ത്. എന്നുവെച്ചാൽ ഈ 50 രൂപയായിരിക്കും ഒരു ലോഡിൻ്റെ പാസ്. ഈ പഞ്ചായത്ത് കൊടുക്കേണ്ട 50 രൂപയായിരിക്കും. അപ്പോൾ ഇവർ നമുക്ക് കിട്ടുന്നൊരു 50 ലോഡ് എടുക്കാനായിരിക്കും പാസ്, 50 പാസ്സായിരിക്കും. അപ്പോൾ 250 രൂപ, എത്ര, 2500 രൂപ അടയ്ക്കുന്നു. ഈ പാസ് പോക്കറ്റ് ഇട്ടിട്ട് ഇവർ മണലടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പോലീസിന് കാശ് കൊടുക്കും. ഈ പാസ് കൊണ്ട് ഒരിക്കലും ഇവർ എത്ര ലോറി അടിച്ചാലും ഈ പാസ് തരത്തില്ല. ഇനി ഇതുപോലും ഇല്ലാത്ത സമയമുണ്ട്. ഈ പെട്ടെന്ന് പാസ് അങ്ങ് നിർത്തി വെക്കും. ഇത് പിടിക്കേണ്ടവരെ പോലീസ്. അപ്പോൾ കൃത്യം ഞാൻ പമ്പയാറിൻ്റെ തീരത്ത് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ എനിക്ക് വളരെ ഒരു 10-15 കൊല്ലം മുമ്പ് അന്ന് SI-മാരാണ്. അതെ, അന്ന് SI-മാർ വന്ന് അവിടെ ഇപ്പം എനിക്കവിടെ മണലിൻ്റെ ഈ വണ്ടി ഉടമസ്ഥന്മാരെ മണൽ കടത്തുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൃത്യം മാസപ്പടി മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്തിനേറെ അതിനോട് അതിർത്തി അക്കരെ കാണുന്നുണ്ട്, അവന്മാർക്ക് പോലും കൊടുക്കണമായിരുന്നു. അപ്പൊ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മണിമല അന്നത്തെ CI ഈ എരുമേലി പോലീസ് സ്റ്റേഷന്റെ കീഴിൽ, ഈ മണിമല പോലീസ് സ്റ്റേഷന്റെ കീഴിലായിരുന്നു. ഇപ്പൊ എരുമേലി CI. പണ്ട് മണിമല CIയുടെ കീഴിലായിരുന്നു എരുമേലി SI. ഇടയ്ക്ക് മണിമല CI വരുമായിരുന്നു, അവർക്കും കൊടുക്കണമായിരുന്നു. അപ്പൊ ഇതിനെല്ലാം ഇടനിലക്കാരുണ്ട്. ഇവർക്കെല്ലാം ഇതിനെല്ലാം കൃത്യം വിഹിതം കൊടുത്തില്ലെങ്കിൽ വലിയ പാടായിരുന്നു. അങ്ങനെ ഈ കൈക്കൂലി എന്ന് പറഞ്ഞ സാധനം മേടിക്കുന്നവർക്ക് അത് മേടിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. പക്ഷെ കേരളമാണ് ഭേദം. കേരളത്തിന് അപ്പം ശബരിമലയിൽ സംഭവിച്ചെന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള കൈക്കൂലി കൊടുക്കുന്നതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ഇവർക്കൊന്നും ഈ ഉദ്യോഗസ്ഥന്മാർ മാക്സിമം വെടക്കാക്കി തനിക്കാക്കി. ഇപ്പം
തിരുവനന്തപുരം കോർപ്പറേഷൻ സംഭവിച്ചത് കണ്ടില്ലേ? ആ. അവർ പെട്ടെന്ന് മറ്റേ BJP നോട്ടീസ് അയച്ച് വിഷയം ഉണ്ടാക്കി 20 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. 20 ലക്ഷം. അതേ രീതിയിൽ ആവാം. കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഹൈക്കോടതി കൊടുത്ത ഓഡിറ്റഡ് റിപ്പോർട്ട്, ആ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നതാണ് 7 കോടിയോളം രൂപ ചിലവായതും 3.5 കോടി കിട്ടാനുണ്ടെന്നും. അതേസമയം അത് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജയകുമാർ ഇന്നലെ പറഞ്ഞത്. അതെ. ഇന്നിപ്പം പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു, മന്ത്രി പറയുന്നു 3 കോടിയേ ഉള്ളൂ, ആ 3 കോടി കിട്ടിയെന്ന് പറയുന്നു. അപ്പം ഇത് യഥാർത്ഥത്തിൽ 7 കോടി ആയിരിക്കും യഥാർത്ഥത്തിൽ ഇവർ മുടക്കിയിരിക്കുന്നത്. പക്ഷെ ഈ പ്രശ്നം വഷളായി കഴിഞ്ഞപ്പോൾ ഇനി കാശ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇവരെല്ലാം കൂടി ഏതെങ്കിലും തരത്തിൽ അണ്ടർഗ്രൗണ്ട് സ്പോൺസർ, ഞാൻ പറഞ്ഞ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയെ ദുബായ് ജയിലിലാവുന്നു. തുഷാർ വെള്ളാപ്പള്ളി ദുബായ് ജയിലിലായപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി കുത്തിയിരുന്നുകൊണ്ടാണ് ഡീൽ ചെയ്യുന്നത്. അതെ. അപ്പോൾ അവിടെ നിന്ന് ഇറക്കി. പക്ഷെ ദുബായ് ജയിലിൽ നിന്ന് ചുമ്മാ മുഖ്യമന്ത്രി പറഞ്ഞ് ഇറക്കാൻ പറ്റുമോ? അവിടെയുള്ള പ്രമുഖനായ ഒരു വ്യവസായി പറഞ്ഞു ഇറക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവർ പറഞ്ഞാൽ കുറച്ച് എളുപ്പമാവും, അത്രേ ഉള്ളൂ. അല്ല ഇവിടത്തെ പോലെ അത്ര ഈസി ആയിട്ട് അല്ല ചുമ്മാ ഇറക്കിടാം. അപ്പോൾ എന്ത് ചെയ്യും? പിഴ അടയ്ക്കേണ്ടി വന്ന് കാണും. ഈ പിഴ ആര് കൊടുക്കും? ഈ പിഴ കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം വിദേശത്തുള്ള പ്രമുഖരായ പ്രാഞ്ചിയേട്ടന്മാരായിരിക്കും. അപ്പം ഇവർ ഈ പണം കൊടുക്കുന്നത് എന്തിനാ? ഇവർക്ക് അതിനേക്കാൾ ലാഭം ഉണ്ടാവും. ആണല്ലോ, അല്ലാതെ മുതൽ മുടക്കൂലല്ലോ അവർ. അപ്പം ഇത്തരത്തിൽ ഈ 3 കോടി മിച്ചം വന്നിരിക്കുന്ന 3.5 കോടിയോളം രൂപ ഇവരാരെങ്കിലും അണ്ടർഗ്രൗണ്ടിലൂടെ സംഘടിപ്പിക്കും. ഞാൻ ഈ പ്രശാന്തിനോട് എനിക്കൊരു സിമ്പതി തോന്നാൻ കാര്യം കൂടെ പറയാം. ഇന്ന് ഞാൻ വായിച്ചൊരു വാർത്ത, അത് നമുക്ക് പ്രശാന്തിനോട് സിമ്പതി തോന്നും. അതായത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഇത്രയും വഷളാകാൻ കാരണം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പം വെളി വന്നു, ഇത് വെളി വരാൻ കാരണം യഥാർത്ഥത്തിൽ പ്രശാന്താന്നാ പറയുന്നത്. പോറ്റിയെ ഇത്തവണ ഇത് കൊടുത്തുവിടാൻ സമ്മതിച്ചില്ല. ഈ ദ്വാരപാലക ശില്പം വീണ്ടും ഇളക്കി മുരാരി ബാബു റിപ്പോർട്ട് കൊടുത്തു. ദ്വാരപാലക ശില്പം വീണ്ടും സ്വർണം പോഷണം, എന്നിട്ട് ഈ സാധനം കൊണ്ടുപോയി അപ്പം പുള്ളി പറഞ്ഞു അത് ശരിയല്ല, ശബരിമലയിലെ ഒരു സാധനം അങ്ങനെ. അപ്പം ഇതിൽ അയാൾക്ക് കലിപ്പുണ്ടായപ്പം അയാൾ ചെയ്ത പണികളാണ് ഈ മറ്റേ എൻ്റെ പലതോടെ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പൊട്ടിത്തെറിച്ച് ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണ് ഈ തുടക്കം വരുന്നത്. ഒന്ന് മാത്രമല്ല, ഈ ഗോവർദ്ധൻ അടക്കമുള്ള സ്പോൺസർമാരെ പ്രതീക്ഷിച്ചായിരുന്നു ഈ അയ്യപ്പ സംഘം നടത്തിയത്. അത് അവരെല്ലാം ഇയാൾ കാരണം പിന്മാറി, എല്ലാവരും പിൻവലിച്ച. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രശാന്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ജാഗ്രത കാണിക്കണം. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇതിനൊരു കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ അത് കക്ഷി ആയിരുന്നെങ്കിൽ അയാൾ ഇയാളെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞേനെ. അപ്പൊ അയാൾക്ക് ഇതിൽ പങ്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് കുളമായി പോയെന്ന് പറഞ്ഞു. മാത്രമല്ല വേറെ വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പ്രശാന്ത് അവിടെ ഇരിക്കുമ്പോഴും തീരുമാനം എടുക്കുന്ന CPM-കാരായിരിക്കുമല്ലോ, പാർട്ടി ആയിരിക്കുമല്ലോ. അല്ല എന്നാലും അയാൾ ആ ഒരു മര്യാദ കാണിച്ചല്ലോ. നമ്മ പപ്പനെ പോലെ മുട്ടിച്ച പറഞ്ഞില്ല, ഇവിടെ ഒപ്പണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ ഒരു 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 മര്യാദ നമ്മൾ അയാളോട് കാണിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് കാര്യത്തിലുണ്ട്. എന്തായാലും മോഷണം അതിന്റെ ഒരു മൂർധന്യത്തിൽ നിൽക്കുകയാണ്. അല്ല ഇപ്പോഴും കണക്കിനെ കുറിച്ച് അവ്യക്തത തന്നെയാണ്. ഏത് കൃത്യമായി പലനപാടിയവർക്കും അതല്ലെങ്കിൽ എല്ലാവർക്കും ഇതൊരു കാശ് കൊടുത്തോ ഇല്ലേ, ഇത് എന്ത് കണക്കാണിത്? ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഇത് പിന്നെ അവിടത്തുള്ള ഹൈക്കോടതി നിയോഗിച്ച പിന്നെ കമ്മീഷനാണ് കണക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് കണക്ക് പിന്നെ ഏത് കണക്കായിരുന്നു? ഇവർക്ക് ഒന്നിനെ കുറിച്ചും ഒരു ധാരണയില്ല. ഇത് കൊടുത്തിരിക്കുന്നത് എനിക്കതിനകത്ത് ഏറ്റവും തമാശ ഒന്നൊരു കാര്യം വെച്ചാൽ, ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനാണ് ഇത് മുഴുവൻ കൊടുക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഒരു കീഴിലുള്ള ഒരു സബ്സിഡറിയാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അല്ല ഇവർക്കും അറിയില്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിനും അറിയില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, ഇത് പലർക്കായി സബ് കോൺട്രാക്ട് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ അവിടെ ശബരിമല അവിടെ കണക്ഷനുള്ള ഒരാളാണ്, നമ്മളാണ് പന്തൽ നാട്ടം നമുക്കറിയാമെങ്കിൽ, അത് മറ്റേ ഈ കുഴിയെടുക്കാൻ അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ കുഴിയെടുപ്പ് കമ്പനിക്ക് ഒരു സബ് കോൺട്രാക്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ബില്ല് മേടിക്കുന്ന അവരാണ്. എന്നിട്ട് അവർ ഈ കുഴിയെടുപ്പിന് നമുക്ക് കാശ് തരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ കൊടുത്തതിൽ ഒരു കണക്ക് പുറത്തു വന്നു. ഒരു കണക്ക് ഏതാ വെച്ചാൽ, ഈ വെള്ളാറ്, തിരുവനന്തപുരത്ത് വെള്ളാറുള്ള ഇന്ത്യൻ ക്രാഫ്റ്റ്സ് ആൻഡ് ആർട്സ് എന്ന് പറയുന്നത് അതും ഇവരുടെ ഒരു സബ്സിഡറിയാണ്. ആരുടെ? ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സബ്സിഡറിയാണ്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി അവരുടെ സബ്സിഡറിക്ക് മേടിച്ചു കൊടുക്കുന്നു. അവരുടെ തന്നെ മറ്റൊരു സബ്സിഡിക്ക് കൊടുക്കുന്ന ഒരു വർക്ക്. ഈ വർക്കിന് അവർ ചെയ്ത പണി എന്താണെന്ന് നമുക്കറിയില്ല. ക്രാഫ്റ്റ് കൊടുത്തായിരിക്കും. ഈ കൊടുത്തതിന് അവർ കൊടുത്തിരിക്കുന്ന ബില്ല് 9,9,00,000 രൂപയാണ്. ഈ 9.5 ലക്ഷം രൂപ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റി ദേവസ്വം ബോർഡിന് കൊടുക്കുമ്പോൾ അത് 15.5 6 ലക്ഷം, 5,90,000 രൂപ കൂടി. ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്നാണ് ആലോചിക്കുന്നത്. ഇനി ഈ കൊടുക്കുന്ന ബില്ലുകൾക്കൊന്നും തന്നെ എന്ത് സാധനം നമ്മൾ വാങ്ങും ബില്ല് വേണം, ഡീറ്റെയിൽഡ് ബില്ല് വേണമല്ലോ. ഒരു ബില്ലില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഞാനിവിടെ കൊണ്ട്
ഡീസലിൻ്റെ കാർഡിൽ നിന്ന് പൈസ അടിച്ചാൽ ആ ബില്ല് കൊടുക്കത്തില്ല, എനിക്ക് അത് കിട്ടത്തില്ല. ആ ബില്ല് എല്ലാ സ്ഥാപനങ്ങളിലും അതിന്റെ രേഖ കാണിക്കണമല്ലോ. ആ ബില്ലില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. അവിടെയാണ് ഇവിടെ ഒന്നിനും ബില്ലില്ല, വൗച്ചർ. അപ്പം ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു വല്ലാത്തൊരു. മാത്രമല്ല ഇന്ന് രാവിലെ അവർ പറഞ്ഞൊരു വാക്ക് അവൈലബിൾ PB എന്ന് പറയുമ്പോഴാണ് ഇത് അവൈലബിൾ കണക്കാണെന്നാണ് ഇപ്പോഴത്തത്. എത്ര കാലമായി? അതെ, കാലം 4 മാസം കഴിഞ്ഞു. അതെ, കോടതി പറഞ്ഞിരുന്ന 45 ദിവസത്തിനകം ഓഡിറ്റഡ് റിപ്പോർട്ട് തരണമെന്നാണ്. അത് കഴിഞ്ഞ് കോടതി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ബഹളം വെച്ചപ്പോഴാണ് ഈ ഒടുവിൽ കൂടി. അപ്പോൾ ഇവർക്ക് ഈ ഒരു പരിപാടി നടത്തും, ഒരു ദിവസം നടന്നൊരു പരിപാടി, അതിൻ്റെ കണക്ക് ഇവർക്ക് കൊടുക്കാൻ 4 മാസമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അടിച്ചു മാറ്റുക. ഈ ശീലിച്ചത് എങ്ങനെയാ? ഇത് യഥാർത്ഥത്തിൽ ഇവർ കൊള്ള നടത്താൻ വേണ്ടി തുടങ്ങിയൊരു പരിപാടിയാണ്. കോടതി ഇടപെട്ടപ്പോൾ ഇനി കൃത്യമായിട്ട് കൊള്ള നടത്തി എങ്ങനെയാണെന്നുള്ളത് മറച്ചു വയ്ക്കാനുള്ള കണക്കാക്കി എടുക്കണം. ഇനി ഇതൊരു അവസ്ഥയാണിത്. നമുക്ക് മൂന്നാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അത് കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെയാണ്. എന്താണ് ഡെവലപ്മെന്റ്? ഇന്ന് ജോസ് കെ മാണി ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. റോഷി ഇത് പറഞ്ഞ് എനിക്ക് ഏറെ അങ്ങ് സുഖിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്നെ മോശം പറഞ്ഞില്ലല്ലോ, എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ റോഷി പറഞ്ഞത് പാർട്ടി തീരുമാനിക്കുമെന്നാണ്, തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരിക്കും കേരള കോൺഗ്രസ് സംഭവിക്കുന്നത്? എന്താണ് ഇതുവരെ കേട്ട ഒരു ഡെവലപ്മെന്റ്? രാജ്മോഹന് തോന്നുന്നത് എന്താണ് സിറ്റുവേഷൻ? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ശരിക്കും പറഞ്ഞാൽ റോഷി ജോസ് കെ മാണിയേക്കാൾ പാർട്ടിയിൽ ശക്തി ഉറപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം നോക്കുന്ന ഒരു കക്ഷിയാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമുള്ള ആളല്ല. അത് ആരുടെ തലമുറയാണോ കൊണ്ടുപോകുന്നത് അവരുടേതാണ്. ഇപ്പം കെ മാണിയുടെ പാർട്ടിയായിരുന്നു. കെ മാണിയേക്കാൾ മിടുക്കനായ PC ജോർജും പല പ്രമുഖരോട് വന്നു. ഇപ്പം ഈ TMJ ഒക്കെ പോലും കെ മാണിയുടെ പോയവരാണ്, എത്രയോ ആൾക്കാർ. പക്ഷെ ഇവർക്കൊന്നും അവിടെ PC തോമസ് ഫോർ എക്സാമ്പിൾ, PT ചാക്കോയുടെ മകൻ മാത്രമല്ല, മൂവാറ്റുപുഴ MP ആയിരുന്ന കാലത്ത് ഇയാളെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാളില്ല. കാരണം എനിക്കറിയാവുന്ന ഞങ്ങളുടെ MP ആയിരുന്നു. ഞാൻ അന്ന് മൂവാറ്റുപുഴ, ഞങ്ങളുടെ പത്തനംതിട്ട. അപ്പം ഞങ്ങളൊക്കെ ഈ PC തോമസുമാണ് നമ്മുടെ കേരള കോൺഗ്രസ്. അവിടെ ഒന്നും ആർക്കും, അതായത് ഈ പാലാക്കാരും മറ്റും ഫോക്കസ് ചെയ്യുമ്പോൾ ഈ പൂഞ്ഞാറെ, കാഞ്ഞിരപ്പള്ളി, ഇവിടെയുള്ള ആളുകളുടെയൊക്കെ നേതാവ് PC തോമസാണ്. അത്രയ്ക്കും ജനകീയനായ നേതാവ്. നമുക്കൊന്നും PC തോമസിനെ ഇല്ലാത്തൊരു കേരള കോൺഗ്രസ് ചിന്തിക്കാനേ പറ്റത്തില്ല. ആ PC തോമസ് പാർട്ടി വിട്ടുപോയിട്ട് അവസാനം വഴിയാധാരമായി. രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ആ പാർട്ടിയുടെ പേര് പുള്ളിയുടെ പേരിലായിരുന്നു. ജോസഫിന് പാർട്ടി ഇല്ലാതെ ജോസഫ് ഗ്രൂപ്പ് എന്നുള്ളതായിരുന്നു. ഇത് വെറും കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പും ഇല്ലാതെ കേരള കോൺഗ്രസ് എന്ന സാധനം കിട്ടാതായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇത് വന്നപ്പോഴാണ് ഒറിജിനൽ കേരള കോൺഗ്രസ് ഇങ്ങനെ ഇരുന്ന കാരണം പുള്ളിക്കാരൻ ഈ പാർട്ടി കൊണ്ടുവന്ന് ശരിക്കും അങ്ങോട്ട് വിറ്റതാണ്, അങ്ങോട്ട് മെർജ് ചെയ്തതാണ്. അങ്ങനെയാണ് ഇപ്പോഴും പുള്ളിക്ക് എന്തെങ്കിലും ഉണ്ടോ പദവി? ഒന്നുമില്ല. വർക്കിംഗ് ചെയർമാൻ അങ്ങനത്തെ പദവി, ജോസഫാണ് ചെയർമാൻ. അപ്പം എന്നാ ഒരു സീറ്റ് കൊള്ളാവുന്ന കിട്ടിയാൽ കൊള്ളാം, പിടിക്കുന്നിടത്തണമെന്നൊക്കെ ആലോചനയുണ്ട്. അപ്പം ഇതുപോലെ തന്നെയാണ് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ കയ്യിലാണ് പാർട്ടി ഇരിക്കുന്നത്. ആ പാർട്ടിയിൽ എത്രയോ നേതാക്കന്മാർ, ഉണ്ണിയാടനെ, പുതുശ്ശേരിയെ, വിക്ടറെ, മറ്റേ ജോയി നടുക്കര, എത്രയോ ആൾക്കാർ വിട്ടുപോയി ഈ പാർട്ടി വളർന്നപ്പോൾ. അതെ. അപ്പം ജോസ് കെ മാണിയേക്കാൾ പേരും പ്രശസ്തിയും അടിത്തറയുമുള്ള നേതാക്കളൊക്കെ പാർട്ടി വിട്ടുപോയി. പക്ഷേ ജോസ് കെ മാണി കേരള കോൺഗ്രസിന് ഒരു കുഴപ്പമില്ല. മാണി സാറിന്റെ ലെഗസി എന്നുള്ള ആ ലെഗസി, അതിപ്പോൾ റോഷി പോയാലും ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് റോഷി അത്തരം ഒരു പണിക്കൊന്നും നിൽക്കത്തില്ല. ഇതിപ്പോൾ മാധ്യമങ്ങൾ ഒരു രസത്തിന് വേണ്ടി അങ്ങ് പറയുന്നതാണ് റോഷി ശക്തനാവുന്നു. പക്ഷേ റോഷിക്ക് നിലപാടുണ്ട്. ഒന്നാമത്തെ കാര്യം, ജോസ് കെ മാണി പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ മന്ത്രി എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. പേഴ്സണൽ സ്റ്റാഫിനെ അവരെ പാർട്ടി ആയിരിക്കും തീരുമാനിക്കുക. പ്രൈവറ്റ് സെക്രട്ടറിയെ വെച്ചിരുന്നത് പാർട്ടി കാരണം. ആലോചിച്ച് നിൽക്കേ. റോഷിയോട് ഞാനന്ന് പറഞ്ഞാണ്, ബാക്കിയെല്ലാം വിട്. റോഷി എനിക്ക് ദീർഘകാലമേ പരിചയമുണ്ട്. പലർക്കും തമാശയാണ് ഇത് കേൾക്കുമ്പോൾ. കാരണം ഈ സർക്കാരാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടിയത്. അവിടെ മന്ത്രിയായിരിക്കുന്ന എനിക്ക് വളരെ പേഴ്സണൽ അടുപ്പമുള്ള പ്രസാദ്, ഞാൻ പറഞ്ഞിട്ടില്ല, P പ്രസാദും ഞാനും ഒരുമിച്ച് നർമ്മദാ ബച്ചാവോ ആന്തോളൻ സമരകാലത്ത് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അതായത് എവിടെ താമസിക്കുന്നത്? ആദിവാസികളുടെ വീടുണ്ടല്ലോ, ഈ കുടിലുകൾ. ഈ കുടിലില് ഞങ്ങൾ ഈ പാ വിരിച്ച് കിടക്കുക. ഞാനും പ്രസാദും അടുത്തടുത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. എത്ര 30-35 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്. അപ്പം അതിനൊന്നും കഥയുണ്ട്. പിണറായിയാണ് മുഖ്യമന്ത്രി. പറയുന്നു പിണറായിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ഞാനുമായിട്ട് സാമാന്യം ഭേദപ്പെട്ട ബന്ധമുള്ള ആളായിരുന്നു. ഇപ്പോഴും ഞാൻ ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി വല്ലപ്പോഴും വിളിച്ചു തുടങ്ങി. ഇപ്പോഴും ഞാൻ 2 ആഴ്ച മുമ്പ് ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കി. ഷാജൻ എന്തുണ്ടെന്ന് ചോദിക്കും എന്നോട്. രാഷ്ട്രീയക്കാരങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ആയിരിക്കണം.
എല്ലാവരും. അല്ല, ഞാൻ പറഞ്ഞത് ഈ മുഹമ്മദ് റിയാസ് ഈ പറയുന്ന ആളുകൾ പിണറായിയുടെ മരുമകനായതുകൊണ്ട് പുള്ളിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയതുകൊണ്ട് ആളുകൾ ഒരുപാട് അങ്ങോട്ട് അയാളെ കുറിച്ച് പറയുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുഴപ്പക്കാരൻ സാധുവായ മനുഷ്യനാണ്. അതെ അതെ. ഈ മാത്രമല്ല വളരെ വിചിത്രമായ കാര്യം, ഇപ്പം UDF ഭരിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് മാണി സാറൊക്കെ ഉള്ള സമയത്ത് ഹൈക്കോടതിയിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനം പാർട്ടി കിട്ടും. ഒരു കെട്ട് പ്ലീഡർമാരെ, സീനിയറും അല്ലാത്തതും ഒക്കെ ഉള്ള പ്ലീഡർമാരെ കിട്ടും. ഇത്തവണ ആ പടം 4-5 പേരാണ് ഉള്ളത്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൽ ഒന്നുമില്ല. ആണല്ലേ? ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, അതാണ് അതിന്റെ പ്രത്യേകത. മാനസാറുള്ളപ്പോൾ UDF-ലായിരിക്കും, മാനസാർ തീരുമാനിക്കും, നിയമവകുപ്പ് മാനസാറിനായിരിക്കും, എല്ലാ കാര്യങ്ങളും അദ്ദേഹം തീരുമാനിക്കും അക്കാര്യത്തിൽ. പക്ഷേ ആ കഴിഞ്ഞ ദിവസം എൻ്റെ ഹൈക്കോടതിയിൽ പ്രാക്ടീസിൻ്റെ സുഹൃത്തുക്കൾ ഞാനൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറയായിരുന്നു അങ്ങനെ ഇല്ല ഇത്തവണ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ അങ്ങനെ ആയിരിക്കും, നിയമവകുപ്പ് P. രാജീവനുമാണ്. അപ്പോൾ അവർ തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അതിലെ റോഷിയുടെ ഒരു പ്രശ്നം എത്രേ ഉള്ളൂ. റോഷി ഞാൻ ഇന്നലത്തെ ഇതിൽ പറഞ്ഞ പോലെ ഈ കാരണമില്ലാതെ പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ റോഷി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. പാലായിൽ ഇതിനകത്ത് പ്രശ്നം എന്താണ്? പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും എന്നുള്ളതല്ലേ പറഞ്ഞു. അതിലെന്ത് അതിശയിക്കുന്നത്? ജോസ് കെ മാണി മത്സരിക്കും. പാലായി കഴിഞ്ഞ തവണ ജോസ് കെ മാണി തോറ്റുപോയി കഴിഞ്ഞപ്പോൾ ജോസ് കെ മാണിക്ക് ഒന്നുമില്ലാതെ നിൽക്കുന്നത് ശരിയല്ലെന്ന് ഓർത്തുകൊണ്ട് പിണറായി വിജയൻ രാജ്യസഭ കൊടുത്തു. ജോസ് കെ മാണി ഇക്കുറി മത്സരിക്കും. അപ്പം മത്സരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, ജോസ് കെ മാണി മത്സരിക്കും. അപ്പോൾ ആളുകൾ ഊഹിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ ജോസ് കെ മാണി നിഷ ജോസ് കെ മാണി ഒന്നുമല്ല. ജോസ് കെ മാണി യഥാർത്ഥത്തിൽ ജോസ് കെ മാണി മത്സരിക്കുന്ന കടുത്തുരുത്തിയിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. പക്ഷേ ജോസ് കെ മാണി ആ ഒരു അന്തസ്സ് വിട്ട് കളയാൻ തയ്യാറല്ല. മാത്രമല്ല ജോസ് കെ മാണിക്ക് പ്രതീക്ഷ ഇക്കുറിയോടെ ത്രികോണ മത്സരം നടക്കും. ഈ നമ്മുടെ പയ്യൻ ഷോൺ ജോർജ് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയെ വരുന്നതോടുകൂടി ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും, ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. ഈ കേരള കോൺഗ്രസിനെ ശ്രദ്ധിക്കുന്ന ഒരാളെന്നല്ല ഞാൻ സംശയം കൂടെ ചോദിച്ചോട്ടെ. ഈ കേരള കോൺഗ്രസ് എല്ലാ കാലത്ത് ഈ മന്ത്രിയാവുന്നവരെ ചുറ്റിപ്പറ്റി ഒരു അധികാര കേന്ദ്രം വരികയും അവർ കൂടുതൽ ശക്തരാകുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം ഇല്ലേ പഴയ രീതിയിൽ? ഇല്ല, അതായത് ഈ ഇത് ആദ്യമായിട്ടല്ലേ ജോസ് കെ മാണി തോറ്റത് കൊണ്ടല്ലേ മറ്റേ പുള്ളി മന്ത്രിയായത്. ഇതിപ്പോ അതുകൊണ്ട് ആ മന്ത്രി എന്നിപ്പം CF തോമസ് മന്ത്രിയായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരായിരുന്നു? മോൻസ് ജോസഫ് മന്ത്രിയായി. പക്ഷെ അതിനർത്ഥം മോൻസിന് പവർ ഉണ്ടേ എന്നുള്ള സത്യം. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഗ്രിപ്പേ ഉള്ളൂ. കുരുവിള മന്ത്രിയായിരുന്നു. നിങ്ങളുടെ സുരേന്ദ്രൻപിള്ള മന്ത്രിയായിരുന്നു ഇവിടുത്തെ. അപ്പം അതിനകത്തൊന്നും കഥയൊന്നുമില്ല. അപ്പം ഈ രീതിയിൽ അങ്ങോട്ട് പോകത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ ആളുകൾ പറയുന്ന ഒരു പറച്ചിരുന്നുള്ള അതിൻ്റെ അപ്പുറത്തേക്ക് പാലായി. പക്ഷേ ജോസ് കെ മാണി മത്സരിക്കും എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും മത്സരിക്കണം, അങ്ങ് മത്സരിച്ച് തന്നെ ചെയ്യണം. കാരണം ആ പാല എന്ന് പറഞ്ഞ തിരികെ പിടിക്കണം, അല്ലാതെ ഇനി മാറി നിൽക്കുമ്പോൾ കിട്ടുമല്ലോ എന്നൊക്കെ കണ്ടറിയണം. അപ്പൊ എന്തായാലും അതിനപ്പുറത്തേക്കൊന്നും ഈ സംഭവം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ അവസാനത്തെ വിഷയം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ അവസാനമായിട്ട് അറിയാൻ കഴിയുന്നത്, മാധ്യമങ്ങൾ പറഞ്ഞാണ്, സത്യമാണെന്ന് അറിയില്ല, എന്തായാലും മുരളീധരൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥിയായിട്ട്. മുരളീധരൻ മത്സരിക്കും എന്നുള്ള ഒരു വാർത്ത എല്ലാവരും കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിക്ക് ഈ സ്ഥാനാർത്ഥി ഇപ്പം ഉദാഹരണം 2 ചാനലുകളിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ച് കൊടുക്കുന്ന വാർത്ത ഞാൻ വിശ്വസിക്കാറില്ല. ഒന്ന് റിപ്പോർട്ടർ ചാനൽ, 2 ന്യൂസ് 18 ഈ ന്യൂസ് 18 എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? ചുമ്മാ ഓരോ ദിവസം രാവിലെ ഓരോ റിപ്പോർട്ടർമാർ വിളിച്ചിട്ട് ഈ സ്ഥാനാർത്ഥി അങ്ങ് പ്രഖ്യാപിച്ചു അതുകൊണ്ടായിരിക്കണം. പക്ഷെ ഈ വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ എന്നുള്ള ആ ഒരു വാർത്ത അത് എല്ലാവരും കൊടുത്തു. അത് വിശ്വസനീയമായിട്ട് തോന്നി. അതിനകത്തെ കാരണം എന്താ വെച്ചാൽ മുരളീധരൻ ഭാഗ്യവാനാണ് തോറ്റതുകൊണ്ട്. ലോക്സഭയിൽ ജയിച്ചിരുന്നെങ്കിൽ മുരളീധരനെ കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശനും K. സുധാകരനും എന്തിനേറെ ഹൈബി ഈഡനും പോലും MLA ആയി മത്സരിക്കണമെന്നും മന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ട്. ഷാഫിക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്കെല്ലാം MP ആയി പോയിട്ട് വന്ന് അവർക്കൊന്നും കിട്ടാൻ ഭാഗ്യം ലഭിക്കാതെ പോയി. അപ്പം സത്യത്തിൽ അതിൽ അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കുന്ന അഭിപ്രായക്കാരനാണ് ഞാനുള്ളത്. 2 കാരണമുണ്ട്. ഒന്ന്, ഈ കോന്നി പിടിക്കണേ അടൂർ പ്രകാശ് വേണം. 2, ഒരു ഈഴവ മന്ത്രി വേണം എന്നുണ്ടെങ്കിൽ, നല്ലൊരു സ്ട്രോങ് ഈഴവ മന്ത്രി വേണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ ആരും ഇല്ല, അടൂർ പ്രകാശേ ഉള്ളൂ. അതേ ഉള്ളൂ, ഇനി വേറെ വഴിയില്ലല്ലോ. പിന്നെ ലിജു വല്ല, പക്ഷേ ലിജു MLA ആയിട്ടില്ല. ആദ്യം ജയിച്ച ഉടനെ മന്ത്രിയാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാളില്ല. ബാബു മത്സരിക്കത്തില്ലെന്നാണ് കേൾക്കുന്നത്. അതെ, പുള്ളിക്ക് അനാരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരു നല്ല മന്ത്രിക്കുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് അടൂർ പ്രകാശിനെ നിർത്തുന്ന, മാത്രമല്ല ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ വേണം. അതിന് തീർച്ചയായിട്ടും അടൂർ പ്രകാശ് നിർത്താനായിരിക്കും നല്ലത്. എന്നിവേ, അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പ്രഷറും ഇല്ലാത്ത ഒരാൾ മുരളീധരനും പ്രതാപനുമാണ്. അപ്പോൾ പ്രതാപൻ ഭേദപ്പെട്ട സീറ്റ് തമ്മിൽ പ്രതാപൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുസ്ലിം വോട്ടുള്ള മണ്ഡലം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ ഇരിക്കുന്നു ഗുരുവായൂർ. അപ്പം ലീഗ് തരാം, ഒറ്റപ്പാലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർക്ക് കൊള്ള തരക്കേടില്ലാത്തൊരു സീറ്റ് തരാമെന്ന് ചോദിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരിലേക്ക് മുരളീധരനും പരിഗണിക്കപ്പെട്ടിരുന്നു.
പക്ഷെ മുരളീധരൻ പറഞ്ഞു എനിക്ക് മടിയാണ്, ഇനിയിപ്പോൾ എല്ലാവരും പരീക്ഷണമല്ലേ നേമത്ത് നിൽക്കും, ഓരോരുത്തം കൊണ്ട് ഈ മനുഷ്യൻ അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ വട്ടിയൂർക്കാവിലേക്ക് പൊക്കോളാം, എനിക്കതിൽ ആത്മവിശ്വാസം. ആകെപ്പാട് 21,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രശാന്തിന് കഴിഞ്ഞ തവണ കിട്ടിയത്. പക്ഷേ അതിനെ മറികടക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം മുരളീധരൻ ഇപ്പോഴും നല്ല സ്വാധീനമാണ് കേട്ടോ. ആ മണ്ഡലത്തിൽ നല്ല സ്വാധീനമാണ്. അവിടുത്തെ എല്ലാം ഇന്നും എപ്പോഴും അവിടുത്തെ ഏത് ചടങ്ങിനും മുരളീധരൻ വീടുകളിലാണെങ്കിൽ എല്ലാത്തിനും മുരളി ഇപ്പം ഞാൻ നമ്മുടെ പാറ്റൂർ രാധാകൃഷ്ണന്റെ പിതാവ് മരിച്ചു അന്നും മുരളീധരൻ വന്നിരുന്നു. അതാണ് എല്ലായിടത്തും വരും അത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മാത്രമല്ല മുരളീധരന് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ BJPക്ക് ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. BJPയുടെ പ്രശ്നം വെച്ചാൽ അവരുടെ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്ന രാജേഷ് മേയറായി. രാജേഷിന് മത്സരിക്കില്ല, കാരണം അത് മേയറായി ആയിട്ടില്ലല്ലോ, ഇരുന്നല്ലോ. സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി സുരേഷിന് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്, ഓഫീസ് സെക്രട്ടറിയാണ്, തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതല വഹിക്കേണ്ട ആൾ. സുരേഷ് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ കഴിയുന്നത് നടൻ കൃഷ്ണകുമാറിനെയും ശ്രീലേഖയുമാണ്. ശ്രീലേഖ മത്സരിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പം വട്ടിയൂർക്കാവിൽ BJPക്ക് നിയമം കഴിഞ്ഞാൽ അടുത്ത സാധ്യതയുള്ള മണ്ഡലമാണെന്ന് പറയുമ്പോഴും BJPക്ക് ഒരു നല്ല ഒരു 3-4 മുഖങ്ങളില്ല. അപ്പം നിലവിൽ ലഭ്യമായിരിക്കുന്ന അവൈലബിൾ കാൻഡിഡേറ്റ് എന്ന നിലയിൽ കൃഷ്ണകുമാറിൻ്റെ പേരാണ് വരുന്നത്. അവിടെ അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുരളീധരൻ്റെ പവർ കുറച്ച് കൊടുക്കുള്ളൂ എന്ന് മാത്രമല്ല, പ്രശാന്ത് ഒരു കടുത്ത, അയാൾ പാവത്താനാണ് അറിയാമല്ലോ. അതെ. പക്ഷെ ഒരു കടുത്ത ഇടതുവിരുദ്ധ എന്താ പറയുന്ന ഒരു സംഭവം നടക്കുന്നത് കൊണ്ട് ആ പാവത്താനൊന്നും ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആണെങ്കിലും. അത് മാത്രമല്ല, മുരളീധരനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് എളുപ്പമാവില്ല. കാരണം മുരളീധരനെ ഇടിച്ച് നിൽക്കണം. കാരണം എല്ലായിടത്തും എല്ലാവർക്കും അറിയാം ഒരു സ്റ്റേച്ചറുണ്ട്. അതുണ്ട്. ആ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേച്ചർ ഉണ്ട്. മാത്രമല്ല എല്ലായിടത്തെയും പാർട്ടി ഭാരവാഹികളായിട്ട് നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി മെറ്റീരിയൽ ആണല്ലോ. ഇയാൾ ഇടയ്ക്ക് രാഷ്ട്രീയ അബദ്ധങ്ങൾ കാണിച്ചു പോയില്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി എത്രയോ കാലം മുമ്പ് KPC പ്രസിഡന്റ് ആയതാണ്. പല നേതാക്കന്മാരും മക്കളെ കൊണ്ടുവന്നിട്ട് പോലും അത് ഭംഗിയായി താൻ തെളിയിച്ച ആളാണ്. ഇന്ദിരാഭവന്റെ ബിൽഡിംഗ് ആണെന്ന് അറിയാലോ, അവിടെ പണ്ടുള്ള എത്രയും ആക്കിയില്ലേ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ എന്ന നിലയിൽ തീർച്ചയായിട്ടും മുരളീധരൻ ഒരു ജനങ്ങൾക്കിടയിൽ സ്വാധീനം. എന്തായാലും വട്ടിയൂർക്കാവിലെ മത്സരം കടക്കും ഈ മുരളീധരനും പ്രശാന്തും കൃഷ്ണകുമാരും ഉണ്ടാകുമ്പോൾ BJPയുടെ ഈ കഴിഞ്ഞ തവണ അടക്കം രണ്ടാമതെത്തുന്ന BJP ആണല്ലോ. VV രാജേഷൻ രണ്ടാമതെത്തി ആണല്ലോ. അതിന് മുമ്പ് TNC 3-ാം സ്ഥാനത്ത്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. 2016 CPM 3-ാം സ്ഥാനത്തായി. രണ്ടാം സ്ഥാനത്ത് BJP ആണല്ലോ. അതാണ്, അത് ശരിയാണ്. രണ്ടാം സ്ഥാനത്ത് BJP ആണ്. കുമ്മനം ചേട്ടനായിരുന്നു. കുമ്മനമായിരുന്നു 2016. അതെ. വെറും 7000 വോട്ടിനാണ് കുമ്മനം മുരളീധരനോട് തോക്കുന്നത്. പക്ഷേ അതിന് 2019 ആയി കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. BJPയുടെ വോട്ട് ഒരുപാട് കുറഞ്ഞു പോയി. മറ്റേ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് സുരേഷ് മത്സരിച്ച് ഏറ്റവും കുറച്ച് വോട്ട് പിടിച്ചു. അപ്പം പക്ഷേ BJPക്ക് ഏറ്റവും സ്വാധീനം 75% ഹിന്ദു വോട്ടുള്ള മണ്ഡലമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അവർക്ക് തർക്കമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. തദ്ദേശഭരണം ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കോർപ്പറേഷൻ രാജേഷ് മേയറായി എന്നതുപോലും BJPക്ക് അനുകൂലമായ ഘടകമാണ്. അപ്പം അത്തരത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് അവിടെ മത്സരിച്ചാൽ BJPക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റ്. മാത്രം ഇത് തിരുവനന്തപുരം നോർത്ത് ആയിരുന്നാണ് ഇതിന്റെ ഭൂരിഭാഗം ഭാഗങ്ങൾ. അന്ന് G കാർത്തികേയനും K മോഹൻകുമാറൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലമാണത്. അല്ല, അന്ന് ഈ കുമ്മനം രാജശേഖരൻ അക്കാലത്ത് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥി രണ്ടാമതെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയൊരു മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷെ മുരളീധരൻ വന്നാൽ മുരളീധരൻ ഏറ്റവും സുരക്ഷിതമായി. കാരണം മുരളീധരനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ UDF അനുകൂലമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ മണ്ഡലത്തിൽ എത്രമാത്രം മുസ്ലിം വോട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉള്ള മുസ്ലിം വോട്ട് മുരളീധരന് കിട്ടും. മാത്രമല്ല മുരളീധരൻ നല്ല സംഘാടകനാണ്. എല്ലാം നന്നായി പെരുമാറുകയും എല്ലാ കാര്യവും നന്നായിട്ട് കോർഡിനേറ്റ് കൊണ്ട് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ തന്നെ. ലീഡർമാനാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് K മുരളീധരൻ. അപ്പോൾ എന്തായാലും 4 വിഷയങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്ത് ഞങ്ങൾ ഇതേക്കുറിച്ചൊരു നിഗമനത്തിലെത്തി അവസാനിപ്പിക്കുകയാണ്. നന്ദി.